നമസ്തേ. ജനം സൺഡേ ഡിബേറ്റിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം 14ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന സർക്കാർ അനുഭാവപൂർണമായ ഒരു സമീപനവും സ്വീകരിക്കുന്നില്ല എന്നു മാത്രമല്ല, സമരത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള നിലപാടുകളിലേക്ക് കടക്കുകയും ചെയ്തു. ഇഷ്ടക്കാർക്ക് ലക്ഷങ്ങൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന ഈ സർക്കാരാണ് പാവങ്ങളോട് ക്രൂരത കാണിക്കുന്നത്. ജനം സൺഡേ ഡിബേറ്റ് പരിശോധിക്കുന്നു. ആശയ്ക്ക് വകയില്ലാത്ത ആശാവർക്കർമാരോ? ഇന്ന് ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ BJP പ്രതിനിധിയായി അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, LDF പ്രതിനിധിയായി അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഒപ്പം സമരസമിതി നേതാവായ S മിനി എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം സമരസമിതിയിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീമതി S മിനി, 14ാം ദിവസത്തിലേക്ക് കടക്കുന്നു. സമരം തുടർന്നും ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് ഇന്ന് ആശാവർക്കർമാർ മാധ്യമങ്ങളോടക്കം പറഞ്ഞത്. കേന്ദ്രത്തിൽ നിന്നുള്ള സഹായമാണ് നൽകേണ്ടത് എന്ന് സംസ്ഥാന സർക്കാർ വാദിക്കുന്നു. ഏകദേശം ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ സമരത്തെ തള്ളിപ്പറയുന്നു, രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുന്നു. ആശാവർക്കർമാർ ഇനി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എങ്ങനെയായിരിക്കും? അതിനുവേണ്ടി നിരന്തര പോരാട്ടത്തിന് വേണ്ടി തന്നെയാണോ ശ്രമിക്കുക? തീർച്ചയായും ഞങ്ങളൊരു നിരന്തര പോരാട്ടത്തിൽ തന്നെയാണ്. അതിപ്പോൾ ഈ 14 ദിവസം കൊണ്ട് തുടങ്ങിയൊരു പോരാട്ടമല്ല. കഴിഞ്ഞ 8 വർഷമായി ഞങ്ങൾ ഈ സംഘടന രൂപീകരിച്ച നാൾ മുതൽ ഞങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊരു പ്രക്ഷോഭ രംഗത്ത് തന്നെയാണ്. അത് 2 തവണ ഞങ്ങൾ പാർലമെൻറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ ഓണററിയുമായി ബന്ധപ്പെട്ട നിരവധി തവണ അത്തരം വിഷയങ്ങൾ ഞങ്ങൾ പ്രക്ഷോഭ പരിപാടികൾ നയിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മുഴുവൻ MP-മാർക്കും ഞങ്ങൾ പലതവണ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ആശാവർക്കർമാർക്ക് ലഭിക്കേണ്ടത് ന്യായമായ വേതനം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത് ഓണറേറിയം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല, ആശാവർക്കർമാർ സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. ഇതൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനാണ്. അപ്പോൾ കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് വാസ്തവമുണ്ട്. കേന്ദ്രം സമയബന്ധിതമായി ഫണ്ട് തരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് വാങ്ങിച്ചെടുക്കുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത് 7000 രൂപയാണ് ഓണറേറിയം എന്ന് പറയുന്നത്, പ്രഖ്യാപിച്ചിട്ടുള്ള ഓണറേറിയം. അതാകട്ടെ 3-4 മാസം എടുക്കും അത് കിട്ടാൻ. അങ്ങനെ കിട്ടുമ്പോൾ 1-2 മാസത്തേതാണ് കിട്ടുന്നത്. അതിൽ തന്നെ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അതിന് വലിയ തരത്തിലുള്ള വെട്ടിക്കുറവ് വരുത്തും. ഇത്തരത്തിൽ വെട്ടിക്കുറച്ചാൽ അത് പരാതി പറയാനൊരിടമില്ല, പരിശോധിക്കാനൊരിടമില്ല. ഏകപക്ഷീയമായി വെട്ടിക്കുറയ്ക്കാനുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. ഞങ്ങൾ അതിനകത്ത് ഉദ്യോഗസ്ഥരെ പഴിചാരുന്നില്ല. കാരണം ഉദ്യോഗസ്ഥർക്ക് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് മാറ്റണം. 232 രൂപ അടിസ്ഥാനത്തിൽ, ദിവസവേതന അടിസ്ഥാനത്തിൽ ഈ കേരളത്തിലെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ സമരം ചെയ്യുമ്പോൾ ഇതര സംസ്ഥാനത്തെ ആളുകളുമായിട്ടൊക്കെയാണ് ഇതിനെ താരതമ്യം ചെയ്യുന്നത്. അത് അങ്ങേയറ്റം അധാർമികമായൊരു കാര്യമാണ്. ഇതര സംസ്ഥാനങ്ങളിലെ ജീവിത നിലവാരമല്ല കേരളത്തിൻ്റെ ജീവിത നിലവാരം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 232 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് ഈ പറയുന്ന ആളുകൾ തന്നെ അത് പറയേണ്ടതുണ്ട്, മറുപടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന വേതനമല്ല മറ്റെല്ലാ വിഭാഗക്കാർക്കും. 10 വർഷം മുമ്പുണ്ടായിരുന്ന ചെലവല്ല ഇന്ന് നമ്മൾക്കുണ്ടായിരിക്കുന്ന ജീവിത ചെലവ്. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ ഇത് ആനുപാതികമായ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ PSC ചെയർമാൻമാർക്കൊക്കെ ശമ്പള വർധന അനുവദിച്ചു. ശരിയാണ്, അവർ ഭാരിച്ച ജോലി ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതേ വർധനവ് മറ്റാളുകൾക്കും വരണ്ടേ? അപ്പോൾ ഒട്ടും തികച്ചും ന്യായമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. സമരത്തെ പരിഹസിക്കാൻ ശ്രമിക്കുന്നു, അപമാനിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ മതിയാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇവിടെ പണിയെടുക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകണം. ഞങ്ങൾ ഇന്നലെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന V മുരളീധരൻ സാറ് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരപ്പന്തൽ വന്നിരുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞത്, കേന്ദ്രം കഴിഞ്ഞ 17 വർഷം കൊണ്ട് ഈ ആശാവർക്കർമാർക്ക് അന്ന് നിശ്ചയിച്ചിരുന്ന ആശ എന്ന പദ്ധതി രൂപീകരിക്കുന്ന കാലത്ത് നിലവിലുണ്ടായിരിക്കുന്ന ഇൻസെൻറ്റീവിൻ്റെ നിരക്ക് തന്നെയാണ് ഇത്രയും കാലത്തിന് ശേഷവും. ഒരു കുത്തിവയ്പ്പിന് 20 രൂപ അന്നുണ്ടാക്കിയതാണ്. അതെങ്ങനെയാണ് ഇന്ന് 20 രൂപയാകുന്നത്? പൾസ് പോളിയോ വാക്സിനേഷൻ എന്ന് പറയുന്നൊരു പ്രക്രിയയ്ക്ക് അത് മിനിമം 5 ദിവസം ഫീൽഡിൽ കൈ മെയ് മറന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ്
പോളിയോ നിർമ്മാർജ്ജനം പറ്റുന്നത്, കുട്ടികളെ നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് 75 രൂപയാണ് 5 ദിവസത്തേക്ക് തരുന്നത്. വെറും 75 രൂപ. ഭക്ഷണമോ വെള്ളമോ പോലുമില്ല ഈ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനോടും സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത്, ഈ ആശാ വർക്കർമാർ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ അടിയന്തര ഘട്ടങ്ങളിൽ നിങ്ങളുടെ വിളിപ്പുറത്ത് നിൽക്കുന്ന ആളുകളാണ്. നിങ്ങൾ എന്ത് നിശ്ചയിക്കും ചെയ്യുന്ന ആളുകളാണ്. ഈ 3 മാസമായി ഇൻസെൻറ്റീവും ഓണറേറിയവും കിട്ടാതിരുന്നിട്ടും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കേരളത്തിൽ അങ്ങനെ ഏത് വിഭാഗമുണ്ട് അങ്ങനെ കൂലിയില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് 2 ഗവൺമെൻറ്റിനോടും ഞങ്ങൾക്കുള്ള ഒരേ ഒരു അഭ്യർത്ഥന, നിങ്ങൾ ഇതിനകത്ത് ഉപേക്ഷ വിചാരിക്കരുത്. ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ ഇതിനകത്ത് അടിയന്തര പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ 2 കൂട്ടരും ഒരുപോലെ മനസ്സർപ്പിച്ചുകൊണ്ട് കാര്യങ്ങളെ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കിയാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. അതെ, ശ്രീമതി യസ്മിനി, എന്തായാലും ഈ സമരം ദേശീയ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. ഇത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇവിടെ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ നിലപാട്. 2024-25 സാമ്പത്തിക വർഷം 913.24 കോടി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം കേരളത്തിന് ഉൾപ്പെടെ നൽകി കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. കുടിശ്ശിക ഇല്ല എന്ന് തന്നെ കേന്ദ്രം തീർത്ത് പറയുകയാണ്. അപ്പോൾ ഇത് കേന്ദ്രത്തിന്റെ മേൽ പതിവ് പോലെ പഴിചാരി രക്ഷപ്പെടാവുന്ന സർക്കാർ തന്ത്രം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആശാ വർക്കർമാർ നടത്തുന്ന ഈ സമരം ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം വിരമിക്കൽ ആനുകൂല്യം നൽകുക, ഇത് രണ്ടിലുമാണല്ലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആദ്യത്തെ ഒരു ഘട്ട ചർച്ച ആരോഗ്യമന്ത്രിയുമായി നടത്തി കഴിഞ്ഞു. പക്ഷേ തുടർന്ന് ഒരു ചർച്ചയും ഉണ്ടായില്ല. അന്നത്തെ ചർച്ചയ്ക്ക് ശേഷം അതിൻ്റെ ഒരു ശുപാർശ ധനമന്ത്രാലയത്തിന് കൈമാറി എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പക്ഷേ ധനമന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് പോലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ മന്ദഗതിയിലാകുന്ന ചർച്ചയും അതിനുശേഷം ഉണ്ടാകുന്ന നടപടികളും അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതിലെന്തെങ്കിലും രാഷ്ട്രീയ പകപോക്കലുണ്ട് എന്ന് ശ്രീമതി മിനി കരുതുന്നുണ്ടോ? ഞങ്ങൾ അതിനെ രാഷ്ട്രീയ പകപോക്കലായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഗവൺമെന്റ് എന്തുകൊണ്ടോ കാര്യങ്ങൾ ചെയ്യുന്നില്ല. വളരെ അവധാനതയോടുകൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം 5ാമത്തെ ദിവസമാണ് ചർച്ച നടന്നത്. മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ ഞങ്ങളുടെ ഭാരവാഹികൾ നേതൃത്വം പങ്കെടുത്തിരുന്നു. വളരെ വ്യക്തമായി നമ്മുടെ ഡിമാൻഡുകൾ അവിടെ സൂചിപ്പിച്ചു. ഇത് വലിയ തോതിലുള്ള വലിയ സാമ്പത്തിക ബാധ്യതയൊന്നും വരുന്ന കാര്യമല്ല. ഇപ്പോൾ വിരമിക്കൽ 5 ലക്ഷം രൂപ മിനിമം ഡിമാൻഡാണ് വെച്ചിരിക്കുന്നത്. കാരണം പശ്ചിമ ബംഗാളിൽ നൽകുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായി പശ്ചിമ ബംഗാളിൽ വിരമിക്കുന്ന ആശാ വർക്കർമാർക്ക് 5 ലക്ഷം രൂപയും അതോടൊപ്പം പെൻഷനും ഒക്കെ അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ വിരമിക്കൽ 5 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് കേട്ടാൽ ഉടനെ കേരളത്തിലെ 26,000-ൽ പരം ആശമാർ ഒന്നിച്ചു പോയി വിരമിക്കാൻ പോവുകയല്ല, മറിച്ച് ജീവിതത്തിന് സുരക്ഷിതത്വ ബോധമുണ്ടാവുകയാണ്. ഇപ്പൊ പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് 5 ലക്ഷം രൂപ ലഭിക്കുകയാണ്. അത് വളരെ 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 വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അങ്ങനെ വിരമിച്ചു പോകേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് സർക്കാർ ഒരു സാമ്പത്തിക ബാധ്യത വരുന്നൊരു വിഷയമേ അല്ല. സർക്കാർ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ പാവപ്പെട്ടവരും അടിസ്ഥാന ജനവിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളും അല്ലെങ്കിൽ സ്ത്രീ തൊഴിലാളികളും ഉന്നയിക്കുന്ന വിഷയങ്ങളോട് സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നത് എന്തിന് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ടൊക്കെ മാറ്റുകയാണ്. വ്യവസായികൾ ഇവിടേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഈ തെരുവിലിങ്ങനെ ഞങ്ങൾക്ക് കൂലിയില്ലെന്ന് പറഞ്ഞ് ഇവിടെ സ്ത്രീകളെ ഇരുത്തിയിരിക്കുന്നത് എങ്ങനെ വ്യവസായ സൗഹൃദം ഉണ്ടാക്കാൻ സാധിക്കും? അപ്പോൾ അതൊന്നും സാധിക്കില്ല. അപ്പോൾ വ്യവസായങ്ങൾ വരണമെങ്കിൽ, സൗഹൃദങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഇവിടെ തൊഴിലാളികൾക്ക്, പണിയെടുക്കുന്ന ആളുകൾക്ക് മെച്ചപ്പെട്ട കൂലി കൊടുക്കണം. അവരുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. അവർ വളരെ സന്തോഷകരമായി പണിയെടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വ്യവസായങ്ങൾക്ക് വരാനും നിലനിൽക്കാനും പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ വന്ന് ചൂഷണം നടത്തിയിട്ട് പോകാം എന്നാണ് കരുതുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നടപ്പില്ല. അത് കേരളം അനുവദിക്കുകയില്ല. എന്നാലും ഞങ്ങളുടെ സമരം മുന്നോട്ട് തന്നെ പോകും. അത് എത്ര ദിവസം കഴിഞ്ഞാലും. കാരണം ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ ദിവസങ്ങൾ കൂടുന്നത് കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ 1 വർഷക്കാലം എടുത്തു സമരത്തിന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിമാൻഡിനകത്ത് എന്തെങ്കിലും പിന്നോട്ട് പോകാൻ പറ്റുമോ? കാരണം ഡിമാൻഡ് അത്രയും ജെന്യൂനായ, വളരെ ആവശ്യം വേണ്ടുന്ന ഏറ്റവും മിനിമം വേണ്ടുന്ന ഡിമാൻഡുകളാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ധാരാളം ഡിമാൻഡുകളുണ്ട്. ഈ ആശാ വർക്കറായിരിക്കുമ്പോൾ അപകടത്തിൽപ്പെടുന്ന ആളുകൾക്ക്, ഗുരുതര രോഗം ബാധിക്കുന്ന ആളുകൾക്ക് 10 പൈസയുടെ സഹായമില്ല, കിട്ടണ്ടേ? ഞങ്ങൾക്കത് ആവശ്യമുണ്ട്. ഈ ആശാ വർക്കർമാർ ജോലി കഴിഞ്ഞ് തിരിച്ച് വൈകുന്നേരം ക്ഷീണിച്ച് വരുമ്പോൾ സ്വന്തം സെന്ററുകളിൽ ഇരിക്കാൻ ഒരു വിശ്രമ മുറി അനുവദിച്ചിട്ടില്ല. ഞങ്ങൾക്കത് ആവശ്യമുണ്ട്. മുഴുവൻ പദ്ധതികളും മുഴുവൻ സർവേകളും ചെയ്യുന്നത് ഇന്ന് സ്മാർട്ട് ഫോൺ വഴി, പുതിയ പുതിയ ആപ്പുകൾ വഴിയാണ്. അതിന് സ്വന്തമായി സ്മാർട്ട് ഫോണില്ല. അവരവരുടെ വ്യക്തിപരമായ സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ച് വ്യക്തിഗത ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നില്ല. സ്മാർട്ട് ഫോൺ വേണം, ഞങ്ങളുടെ ആവശ്യമാണ്.
ഇപ്പോൾ ടെലിഫോൺ അതോറിറ്റി അവരുടെ താരിഫ് വളരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ വർധനയ്ക്കനുസരിച്ച് ഞങ്ങളുടെ ടെലിഫോൺ അലവൻസ്, അത് ഞങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്ത അലവൻസാണ് മാസം 200 രൂപ എന്നുള്ളത്. ആ അലവൻസ് വർദ്ധിപ്പിക്കണം. ഇത് ഞങ്ങളുടെ ആവശ്യമാണ്. ഇങ്ങനെ തുടങ്ങി ഞങ്ങൾക്ക് യൂണിഫോം വേണം. ആശാവർക്കർമാർക്ക് ഏകീകൃത യൂണിഫോം സംസ്ഥാന തലത്തിൽ വേണം. ഐഡന്റിറ്റി കാർഡ് വേണം. തുടങ്ങി ഞങ്ങൾക്ക് കുട, ബാഗ്, ഡയറി തുടങ്ങി ഈ ജോലി ചെയ്യാൻ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, ഒരു വ്യക്തി എന്ന നിലയിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, ഇതെല്ലാം ഞങ്ങളുടെ ആവശ്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും ഞങ്ങളുടെ ഇപ്പോൾ മുൻനിരയിൽ ഞങ്ങൾ വെച്ചിട്ടില്ല. കാരണം അടിയന്തരമായി പരിഹരിക്കേണ്ടത് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതെ, അതോടൊപ്പം ശ്രീ മിനി ഒരു കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും കൂടുതൽ ഓണറേറിയം ആശാ വർക്കർമാർക്ക് നൽകുന്നത് കേരളമാണ് എന്നൊരു പ്രസ്താവനയാണല്ലോ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് ആരോ തെറ്റിദ്ധരിപ്പിച്ചൊരു പ്രസ്താവന മന്ത്രി അത് ഏറ്റു പറയുന്നതാണ്. സത്യത്തിൽ അത് തിരുത്തേണ്ടുന്ന സമയം കഴിഞ്ഞു. കാരണം മന്ത്രി ആരോ കാര്യമായി തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. കാരണം സിക്ക് ബിൽ 10,000 രൂപ കൊടുക്കുന്നുവെന്ന് എല്ലാ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അതിന്റെ തെളിവുണ്ട്. അതുപോലെ കർണാടകത്തിലാണ് കഴിഞ്ഞ മാസം സമരം ചെയ്ത് 5,500 രൂപയായിരുന്നു ഓണറേറിയം, അത് 10,000 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തെലങ്കാനയിലാകട്ടെ അവർക്ക് 6,500 രൂപയാണ് ഓണറേറിയം. പക്ഷേ ഇൻസെന്റീവ് കൂടെ കൂട്ടിക്കഴിയുമ്പോൾ അത് 10,000 രൂപ തികയുന്നില്ലെങ്കിൽ ആ തികയ്ക്കാൻ വേണ്ടുന്ന ബാക്കി തുക അത് സംസ്ഥാന സർക്കാർ കൊടുത്തിട്ട് എല്ലാ മാസവും 10,000 രൂപ അവരുടെ കയ്യിൽ വാങ്ങുന്നുണ്ട്. പക്ഷേ ഇവിടെ കള്ളക്കണക്ക് നിരത്തുകയാണ്. 13,200 രൂപ. ആദ്യത്തെ ദിവസം പറഞ്ഞു 7,000 രൂപ ഓണറേറിയവും ബാക്കി ഇൻസെന്റീവും മറ്റു പല ആനുകൂല്യങ്ങളും ഒക്കെ ചേർന്ന് 13,200 രൂപ കിട്ടുകയാണെന്ന് പറഞ്ഞു. ഇപ്പൊ പക്ഷേ സൈബർ ഇടങ്ങളിൽ കാണുന്നത് കർണാടകത്തിൽ 5,500, വേറെ എവിടെയോ 1,500, യു പിയിൽ 1,500, കേരളത്തിൽ 13,200. ഇന്നിപ്പോൾ അതും കടന്നു കേട്ടോ. അതും കടന്നിപ്പോൾ 27,000 ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു വ്യക്തതയില്ലാത്ത കണക്ക് സർക്കാരിന്റെ പേരിൽ പ്രചരിപ്പിക്കുകയാണ്. അവിടെയാണ് ഗവൺമെന്റ് ഇടപെടേണ്ടത്. ആരൊക്കെയോ ചേർന്ന് സോഷ്യൽ മീഡിയ വഴി ഗവൺമെന്റിന്റെ പേരിൽ കള്ളക്കണക്കുകൾ പ്രചരിപ്പിക്കുന്നു. അത് ഗവൺമെന്റിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്നതാണ്. അതുകൊണ്ട് കാരണം ഞങ്ങൾക്ക് അതിനകത്ത് മറുപടി പറയേണ്ടി വരും കള്ളപ്രചരണങ്ങൾ. അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായി ചെയ്യേണ്ടത് ഒന്ന്, 7,000 രൂപ ഓണറേറിയത്തിന് നിലവിൽ മാനദണ്ഡം ഉണ്ടായിരുന്നെന്നും അത് വർദ്ധിപ്പിക്കേണ്ടതാണെന്ന് ഗവൺമെന്റിന് തന്നെ അഭിപ്രായമുണ്ട്. കാരണം ആരോഗ്യമന്ത്രി പറയുന്നത് നിങ്ങൾക്ക് 25,000 രൂപ തന്നാലും എനിക്ക് മതിയാകില്ലെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അപ്പോൾ ആ പറയുന്നത് അങ്ങ് ചെയ്താൽ പോരെ. അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഞങ്ങൾ തിരിച്ച് ഇതേ ആരോഗ്യ വകുപ്പുമായി ചേർന്ന് ഇതേ സംവിധാനവുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ആളുകൾ തന്നെയാണ്. ഞങ്ങൾക്കൊരു വിരോധവുമില്ല. അതുകൊണ്ട് ഇത്രയും കൂടിയാണ് പറയാനുള്ളത്. ശരി, LDFന്റെ പ്രതിനിധിയുണ്ട് നമ്മോടൊപ്പം, ശ്രീ സതീഷ് വസന്ത്. എന്തിനാണ് സർക്കാർ ഈ പാവങ്ങളോട് ഇത്രമധികം ക്രൂരത കാണിക്കുന്നത്? ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നുള്ള നേരത്തെ തന്നെ പറഞ്ഞതുപോലെ വളരെ ജെന്യുവിനായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമാണ് അവർ ചോദിക്കുന്നത്. കാരണം ഒരു 62 വയസ്സ് കഴിഞ്ഞ് അവർ ഇതിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ എന്ത് നേട്ടമുണ്ടാക്കി എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പട്ടിണി പാവങ്ങളായി തന്നെ തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ടാണ് സർക്കാർ ഈ കാര്യത്തിൽ ഇത്രയധികം നിഷ്ക്രിയത്വം കാണിക്കുന്നത് ഇവരുടെ മേൽ? നേരത്തെ പറഞ്ഞതുപോലെ ഖജനാവ് കാലിയാണ് എന്നുള്ള വാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടതാണ് PSC അംഗങ്ങൾക്ക് ലക്ഷങ്ങൾ കൂട്ടിക്കൊടുത്തത്. നമ്മുടെ പ്രതിനിധിയായി ഡൽഹിയിലിരിക്കുന്ന KV തോമസിന് 5 ലക്ഷത്തിൽ നിന്ന് 11.5 ലക്ഷമാക്കി യാത്രാ ഭത്ത വർദ്ധിപ്പിച്ചത്. അപ്പോൾ അതിനൊന്നും പ്രസക്തിയില്ല. ഖജനാവ് കാലിയോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയോ ഒന്നും ഇവിടെ പ്രസക്തമാകുന്ന കാര്യങ്ങളുമല്ല. ഒരു ഭാഗത്ത് ധൂർത്ത് തുടരുന്നു, ഇഷ്ടക്കാർക്ക് വാരിക്കോരി കൊടുക്കുന്നു. പക്ഷേ പാവങ്ങളോട് ഇങ്ങനെ കൊടും ക്രൂരത തുടരുകയാണ്. രോഹിണി, ഇപ്പം ബഹുമാനപ്പെട്ട മിനി ആശാവർക്കർമാരെ നേതാവായ മിനി തന്നെ പറഞ്ഞു, ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒന്നിച്ച് ഒരു തീരുമാനം എടുത്താൽ മാത്രമേ ഇവരെ ഓണറേയും കൂട്ടിക്കൊടുക്കാൻ പറ്റുള്ളൂ. അത് സ്വാഭാവികമാണ്. കാര്യം പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ബഹുമാനപ്പെട്ട മിനിയുടെ അടുത്ത് ഒരു കാര്യം രോഹിണി ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ UDF സർക്കാർ, ഈ LDF സർക്കാർ വരുന്ന മുമ്പേ അവരെ ഓണറേറിയം എത്രയായിരുന്നു? അപ്പോൾ LDF എന്ന് പറയുന്നത് LDF വന്നിട്ട് ഇവരെ ആശാവർക്കർമാരെ ഓണറേറിയം അനുഭാവപൂർവ്വം തന്നെ പരിഗണിച്ചിട്ടുണ്ട്. ഇല്ലയെന്നൊന്നും പറയില്ല. ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട വീണ ജോർജ് ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ ഇവർക്ക് 25,000 കൊടുത്താലും മതിയാവില്ല എന്ന് നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള ഫണ്ട് നമുക്ക് വേണ്ട. ഇപ്പം തന്നെ നിങ്ങൾ നേരത്തെ രോഗിന് പറയാനായിട്ടും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ രൂപയും നമുക്ക് അനുവദിച്ചു. അപ്പോൾ പിന്നെ എന്തിനാ ആരോഗ്യമന്ത്രി 100 കോടി രൂപ നമുക്ക് കിട്ടാറുണ്ടെന്ന് പറയുന്നത്? അവിടെ നമുക്ക് തരാൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഇത് ധാരണ പരത്തുന്ന ഒരു പ്രസ്താവനയാണ്. ഞാനിത് പറയുന്നത് ഇപ്പം നിങ്ങൾ PSC മെമ്പർമാരെ കാര്യം നിങ്ങൾ പറഞ്ഞു. നോക്കൂ, ഒരു PSC എന്ന് പറയുന്നത് UPSCയെ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്.
അതെന്ന് പറയുന്നത് CJPC ചീഫ് ഇത് NJPC നാഷണൽ ജുഡീഷ്യൽ പേ കമ്മീഷൻ എന്നുള്ള സാധനമുണ്ട്. അത് 2016 വർദ്ധിപ്പിക്കണം എന്നാണ് അത് പറഞ്ഞിട്ടുള്ളത്. അത് മാറ്റി വെച്ചാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചത്. നോക്കൂ, ഒരു PSC മെമ്പറായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ വേറെ ഒരു സ്ഥലത്തും അത് മത്സരിക്കാനോ അല്ലെങ്കിൽ വേറൊരു ജോലിക്കോ ഒന്നും പോകാൻ പറ്റില്ല. ഒരു PSC ഞാൻ ഇതിൽ ന്യായീകരിക്കുന്നതല്ല. അപ്പോൾ ഞാനിത് പറയുന്നത് ആശാവർക്കർമാരുടെ കാര്യം അനുഭാവപൂർവ്വം LDF പരിഹരിക്കും. അവർക്ക് രണ്ട് ഇതാണ് ഇപ്പം വന്നത്. അവർ ഇപ്പം എടുത്തു വച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് ഓണറേറിയം വർദ്ധിപ്പിക്കണം. അപ്പോൾ വർദ്ധിപ്പിക്കണം എന്ന് വെച്ചാൽ അവരൊരു എമൗണ്ട് 25,000 ആണ് അവർ പറയുന്നത്. രണ്ടെന്ന് പറയുന്നത് 62 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ സർവീസ് കഴിഞ്ഞാൽ അവർക്കൊരു 5 ലക്ഷം രൂപ അവർക്ക് പെൻഷനായിട്ട് അല്ലെങ്കിൽ അവർക്ക് കയ്യിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ സാധ്യമാവുമെന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം എങ്ങനെ സാധ്യമാവുന്ന നമുക്കറിഞ്ഞില്ല. കാര്യം രോഹിണിക്കൊക്കെ എന്നെ അറിയാമല്ലോ. നമ്മൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഞാനൊരു അഡ്വക്കേറ്റാണ്. ഞാൻ എൻ്റെ അഡ്വക്കേസി മതിയാക്കി കഴിഞ്ഞാൽ എനിക്ക് ആരും ഒന്നും തരില്ല, ഒരു ഗവൺമെൻറ്റും തരില്ല. മനസ്സിലായില്ലേ? അത് നമ്മൾ മാത്രമല്ല, ഇതുപോലത്തെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് എങ്ങനെ പരിഗണിക്കണമെന്ന് എനിക്കൊരു മനസ്സിലാവില്ല. അത് ഏത് രീതിയിലാണ് അത് പരിഗണിച്ച് അവർ പറയുന്ന രീതിയിൽ കൊണ്ടുവരണമെന്ന് അറിഞ്ഞില്ല. അതങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ LDF അത് 100% നിൽക്കും. ഇതിപ്പം LDFന് എതിരായിട്ടൊന്നല്ല. ഇപ്പം പറയുന്നത് എന്താണ്, ജനങ്ങളുടെ ഇടയിൽ പറയുന്നതെന്ന് വെച്ചാൽ ആശാവർക്കർമാർക്ക് LDF ഒന്നും ചെയ്യുന്നില്ല എന്ന്. അങ്ങനെയാണോ? LDF ചെയ്യുന്നില്ലേ? ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് നിങ്ങൾക്കറിയാമോ, 7,000 രൂപ ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ 7,000 രൂപ നമ്മൾ ഓണറേറിയം കൊടുക്കുമ്പോഴത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് കിട്ടുന്ന എത്ര രോഗിനിക്കറിയാമോ? വെറും 600 രൂപയാണ്. വെറും 600 രൂപയാണ്. ബാക്കിയെല്ലാം കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ പരിമിതിയുണ്ട്. പക്ഷേ ആ പരിമിതി നിന്നുകൊണ്ട് ആശാവർക്കർമാർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പം മിനി പറഞ്ഞ പോലെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരായിട്ടൊന്നുമല്ല. അവർ പാർലമെൻറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഇപ്പം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നമ്മൾ പറഞ്ഞു തന്നില്ല, നിങ്ങളെ കൂടെ നമ്മളും വന്ന് പാർലമെൻറ്റിന് നമുക്ക് വാങ്ങിക്കാനുള്ള ഇത് വാങ്ങിച്ചെടുക്കാം. സ്റ്റേറ്റ് ഗവൺമെൻറ് കിട്ടേണ്ട പൈസേന് ആ സ്റ്റേറ്റ് ഗവൺമെൻറ് പൈസ ഒന്നും അപ്പോഴും നിങ്ങൾക്ക് ബാക്കിയുള്ളൂ. ഇതിപ്പം ഓണറേറിയത്തിൻ്റെ കാര്യം അവർക്ക് 3 മാസത്തെ ഓണറേറിയം പെൻഡിങ് ഒന്നും ഇപ്പം അവർക്ക് റിലീസ് ചെയ്തല്ലോ. ഇനി അവർക്ക് 2 എണ്ണമല്ലേ ഉള്ളൂ. അവർ 2 എണ്ണം വരും നാളുകൾ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം ഞാൻ ആശാവർക്കർമാർ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ ഒരു വികസനത്തിനും അല്ലെങ്കിൽ ബാക്കിയുള്ള ആരോഗ്യ മേഖലയിൽ അവർ വളരെ അതിപ്രാധാന്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ഗവൺമെൻറ്റിനും പോകാൻ പറ്റില്ല. അത് LDF UDF NDF എന്നാലും അവർക്ക് പോകാൻ പറ്റില്ല. അപ്പം അവരിപ്പം പെട്ടെന്നൊരു ഇതൊന്നും അവർ പറയുന്നത് വെച്ചാൽ 8 വർഷം കൊണ്ട് ഇത് ചോദിക്കുന്നതാണ്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ, ഇപ്പം ബഹുമാനപ്പെട്ട മിനി എന്നെ പറഞ്ഞു, മറ്റുള്ള സംസ്ഥാനങ്ങൾ ഇപ്പം സിക്കിമിൻ്റെ കാര്യമെന്ന് വെച്ചാൽ സിക്കിമിൻ്റെ ഒരു പ്രാന്ത പ്രദേശം നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെയല്ല കേരളം. അവർ 10,000 രൂപ ഓണറേറിയം കൊടുക്കുന്നു. ആ സംസ്ഥാനം മാത്രമേ കൊടുക്കുന്നുള്ളൂ. തൊട്ടടുത്തുള്ള കർണാടക ഇപ്പം കൊടുത്തു തുടങ്ങിയുള്ളൂ. അപ്പോൾ നമുക്കിത് പരിഗണിക്കാതെ നമുക്ക് പരിഗണിച്ച് നമുക്ക് ചർച്ചയിലൂടെ നമുക്ക് പരിഗണിച്ച് പോവാം. ഇപ്പം ഗവൺമെൻറ് ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രിയും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രി എല്ലാം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും അതാണ് പറഞ്ഞത്. നമുക്ക് അതിനുള്ള സമയം. അപ്പം നിങ്ങൾ ഇപ്പം എന്തിനാ കൂട്ടിക്കുറയ്ക്കുന്നത്? എന്താണ് നമ്മളെ PSCയും ഇതുമായിട്ട് രണ്ടാണ് രേണുക അല്ല രോഹിണി. ഒരു കാര്യം വെച്ചാൽ അതെന്ന് വെച്ചാൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തിൽ കൊടുക്കേണ്ടത് നമ്മളെ ഭരണഘടനയുടെ ആവശ്യമാണ്. ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജി, ജില്ലാ ജഡ്ജിമാർ, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അത് പ്രത്യേകം അത് ഇതുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കില്ല. ആശാവർക്കർമാർക്ക് LDF ഗവൺമെൻറ് ഒരിക്കലും അവരെ കൈവിടില്ല. അത് അവരൊക്കെ തന്നെ അറിയാം. 100% അവരൊക്കെ അറിയാം. പക്ഷേ അല്പം താമസം ഉണ്ടെങ്കിലും അവർക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യവും ഇപ്പോൾ ക്ഷേമ പെൻഷൻ നിങ്ങൾ നോക്കി നോക്കൂ. UDF ഇരുന്നപ്പോഴത്തേക്ക് 600 രൂപ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ 1,600 രൂപയിലാണ് കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൽ നമുക്ക് എത്ര കിട്ടുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ 1,800 രൂപ കൊടുക്കുന്നത് വരുന്ന ദിവസം നമ്മൾ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് 2,500 ആക്കി കൊടുക്കുമെന്നു. ഇപ്പം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇപ്പോഴത്തെ നമ്മുടെ നിയമസഭയിൽ അത് പ്രഖ്യാപിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാമോ? ആ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കിട്ടില്ല എന്നുള്ളത്. അവർക്ക് വരും ദിവസങ്ങളിൽ ഈ 2,500 ആക്കിയിട്ടേ
ഈ LDF ഗവൺമെന്റ് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുള്ളൂ. ഒരു സംശയവും വേണ്ട. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ബജറ്റിൽ അല്ല, ബഡ്ജറ്റ് അങ്ങനെയല്ല. നമുക്ക് കാലാഘട്ടങ്ങളിൽ നമുക്ക് ആദ്യം ഒന്ന് അറിയുന്നത് എന്താണ് കുടിശ്ശിക. ഇപ്പം അവർക്ക് 3 കുടിശ്ശിക ഉണ്ടായിരുന്നു, ഇനി 2 കുടിശ്ശിക മാത്രമേ ഉള്ളൂ. അതും വരും മാർച്ച് 31-ാം തീയതി മുമ്പേ ഒരു കുടിശ്ശിക ഇല്ലാതെ അവർക്ക് ശരി. ശ്രീമതി TP സിന്ധുമോൾ, ഇവിടെ ആശാവർക്കർമാരുടെ ഓണറേറിയം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ക്ലാരിറ്റി വരുത്താനുണ്ട്. ശരി ശ്രീമതി മിനി കൂട്ടിച്ചേർത്തോളൂ. അതായത് ഇവിടെ LDF-ന്റെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ കുടിശ്ശിക തരുമെന്നാണ്. ഞങ്ങൾ അങ്ങനെ കുടിശ്ശികയൊന്നും തരില്ല. ഞങ്ങൾ കുടിശ്ശിക ചോദിച്ച് വന്ന ആളുകളുമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, UDF-ന്റെ കാലത്ത് ഉണ്ടായിരുന്നതിൻ്റെ എത്രയോ മടങ്ങ് ഇവിടെ തരുന്നു എന്ന് പറഞ്ഞു. അതേ കാര്യങ്ങളിൽ അത്ര വ്യക്തത ഇല്ലാതെയാണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു. 1000 രൂപ UDF ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ നിന്ന് അധികാരം ഒഴിയുമ്പോൾ അതുണ്ടായിരുന്നത് 500 രൂപയായിരുന്നത് 1000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ട് പോയി 500 രൂപയാണ്. പക്ഷെ നമ്മൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടുന്നത് ആശാവർക്കർ വോളണ്ടറി വർക്കായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യുന്ന ഒരു പണിയായിരുന്നു, ഒരു കമ്പൽസറി ആയിരുന്നില്ല. പക്ഷേ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം ഇതൊരു നിർബന്ധിത പ്രവർത്തനമായിട്ട് മാറ്റുകയും ഈ ആശാവർക്കർമാർ മറ്റൊരു ജോലിക്കും പോകാൻ പാടില്ലെന്ന് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി ഈ ഏർപ്പെട്ടിരിക്കുന്ന ആശാവർക്കർ എന്നൊരു പണി മാത്രമേ ചെയ്യാവൂ എന്നും മറ്റൊരു പണിയും ചെയ്യരുത് എന്നൊരു ഉത്തരവിറക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു പണി കൊണ്ട് അവർക്ക് ജീവിച്ചിരിക്കാൻ പറ്റുന്ന വരുമാനം കൊടുക്കണം. അതൊരു കാര്യം. 2, 1000 ജനങ്ങൾക്ക് ഒരു ആശാവർക്കർ എന്ന് പറഞ്ഞിരുന്ന മാനദണ്ഡത്തെ ഒരു വാർഡിന് ഒരു ആശാവർക്കർ എന്ന നിലയിൽ മാറ്റിയിട്ടുണ്ട്. ഒരു വാർഡെന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2500, ചിലപ്പോൾ 3500, 4000-അടുത്ത് വരെ ജനസംഖ്യ വരുന്ന വാർഡുകളിൽ വർക്ക് ചെയ്യുന്ന ആശാവർക്കർമാരുണ്ട്. അപ്പം 3 or 4 ആശാവർക്കർമാരെ നിയോഗിച്ച് പണിയെടുപ്പിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ ഒരാഴ്ചയായിട്ട് അതിനെ ചുരുക്കി ഈ ആളുകളുടെ ജോലിഭാരം 4 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിട്ട് പറയുന്നു ഞങ്ങൾ 7000 തന്നില്ലേ എന്ന്. അതൊക്കെ ചോദിക്കുന്നതിന് ഒരിച്ചിരി നമ്മൾ സാമാന്യമായൊരു യുക്തി വേണം. അങ്ങനെ യുക്തിപരമായി നിങ്ങൾ സംസാരിച്ച് നോക്കിയോ പ്രിയപ്പെട്ട LDF-ന്റെ വക്താക്കളെ, നിങ്ങൾക്ക് തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകും. അതല്ല ഒരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കരുത്. PSC അംഗങ്ങൾക്ക് കൊടുത്തത് ചോദിക്കും, തീർച്ചയായിട്ടും ചോദിക്കും. ഈ 3.25 ലക്ഷം രൂപ പോരാഞ്ഞിട്ട് വീണ്ടും പൈസ കൊടുക്കുന്നതിന് ചോദിക്കും. ഈ ആശാവർക്കർമാർ അടക്കമുള്ള 7000 രൂപ വല്ലപ്പോഴും കിട്ടുന്ന, അതിനകത്ത് മാനദണ്ഡം ഏർപ്പെടുത്തി 4000, 3000 രൂപ കിട്ടുന്ന ആളുകൾ കൊടുക്കുന്ന നികുതിപ്പണമാണ് ഈ എടുത്തു കൊടുക്കുന്നതെന്ന് ഞങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും. ഇനി അവിടെ കേന്ദ്രത്തിൽ ഇരിക്കുന്ന KV തോമസ് എന്തിനാണ് അദ്ദേഹത്തെ ഇരുത്തിയിരിക്കുന്ന ഒരാൾക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിന്റെ യാത്രാബത്ത ഇരട്ടിയിലേറെ വർദ്ധിപ്പിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും. ഈ തെരുവിൽ കിടക്കുന്ന ആശാവർക്കർമാർ ചോദിച്ചുകൊണ്ടേയിരിക്കും. പൊതു സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ താങ്കളിലേക്ക് എത്താം. ശബ്ദ സംപ്രേഷണത്തിൽ സാങ്കേതിക തടസ്സം നേരിടുന്നുണ്ട്. താങ്കളിലേക്ക് എത്താം. ശ്രീമതി TP സിന്ധുമോളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീമതി സിന്ധുമോൾ, ഇവിടെ കേന്ദ്രത്തെയാണ് പഴി പറയുന്നത്. ഈ കേന്ദ്രത്തെ പഴി പറയുക എന്നുള്ളത് പിണറായി സർക്കാരിന്റെ ഒരു മുഖമുദ്രയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഇത് കേൾക്കുമ്പോൾ നമുക്ക് സത്യത്തില് ആദ്യമൊക്കെ അമ്പരന്ന് പോയി, ഇവരെന്താ ഇങ്ങനെ പറയുന്നതെന്ന് നമ്മൾ ഓർത്തിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി, കേരളത്തിൽ ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്തു വന്നാലും കേന്ദ്രത്തെ പഴി പറയുക, അതിൽ കൂടി രക്ഷപ്പെട്ടു പോവുക എന്നുള്ള ഒരു തന്ത്രം ഇവർക്ക് ഗീബൽസിയൻ തന്ത്രങ്ങൾ കൂടുതലാണല്ലോ. അത്തരമൊരു തന്ത്രം ഇവര് ഉപയോഗിക്കുകയാണെന്ന് മനസ്സിലായപ്പോ നമ്മൾ വ്യക്തമായിട്ടും അതിനെ കണക്കുകൾ വെച്ച് പ്രതിരോധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. ആദ്യം ഇവര് അറിയാതെ പറയുന്നതാണെന്ന് വിചാരിച്ചു. പിന്നീട് ഇത് മനഃപൂർവ്വമാണെന്ന് വന്നപ്പോൾ വളരെ കൃത്യമായിട്ട് കേന്ദ്രം കണക്കുകൾ വെച്ച് ഈ കേരളത്തിന്റെ വാദങ്ങളെ തകർക്കാൻ ആരംഭിച്ചു എന്നുള്ളതാണ് സത്യം. ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അവർ മനുഷ്യരാണ്, അടിസ്ഥാന മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്, സ്ത്രീകളാണ്. അവർക്ക് മാന്യമായ അവർ ചെയ്യുന്ന തൊഴിലിന് അർഹിക്കുന്ന വേതനം, ഓണറേറിയം നൽകാൻ ഏത് സർക്കാരുകളും ബാധ്യതപ്പെട്ടവരാണ്. അതിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്, അംഗീകരിക്കണം. ഇവിടെ എനിക്ക് പറയാനുള്ളത്, നരേന്ദ്രമോദി സർക്കാരിനെ കുറ്റം പറയാനായിട്ട് വാതുറക്കുന്ന വീണ ജോർജും എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. 1ാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിൽ ആദ്യമായി വർധനവ് വരുത്താനുള്ള തീരുമാനമെടുത്തത്. അത് ചരിത്രത്തിലുണ്ട്, രേഖകളിലുണ്ട്. 2ാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ആശാ വർക്കർമാരെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവരെ ആരോഗ്യ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവന്നു. ഈ മോദി സർക്കാർ തന്നെ, നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട്,
ഇപ്പോഴും അദ്ദേഹം പറയുന്നു സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന ഇടങ്ങളിലൊക്കെ മഹാമാരിയായ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഈ ആശാ വർക്കർമാരില്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യം മുന്നോട്ട് പോവില്ലായിരുന്നു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് ആശാ വർക്കർമാരെ അപമാനിക്കാനും മാറ്റി നിർത്താനും കേന്ദ്ര ഭരണത്തിനോ നരേന്ദ്രമോദിക്കോ കഴിയില്ല എന്ന് ഒരു തവണയല്ല 1000 തവണ ആണയിട്ട് പറയുവാൻ BJP-കാർക്ക് സാധിക്കും, ഞങ്ങൾക്ക് സാധിക്കും, നിഷ്പക്ഷമായ ജനവിഭാഗത്തിന് സാധിക്കും. ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ കണക്കുകൾ പറയുകയാണെങ്കിൽ കണക്കുകൾ അവതരിപ്പിക്കാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടെ 23-24 കാലഘട്ടത്തിൽ 189.15 കോടി രൂപ കേരളത്തിന് കൊടുത്തു, ഈ മേഖലയ്ക്ക് വേണ്ടി കൊടുത്തു. 24-25 715.73 കോടി രൂപ കൊടുത്തു. ഇവിടെ LDF-ന്റെ വക്താവുണ്ടല്ലോ, അദ്ദേഹം നോട്ട് ചെയ്യട്ടെ, അതിനുശേഷം അദ്ദേഹം ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ സംസാരിക്കട്ടെ, തന്നില്ലയോ എന്ന് സംസാരിക്കട്ടെ, നമുക്ക് ക്ലിയർ ചെയ്യാം. 24-25 കൊടുക്കാനുണ്ടായിരുന്നത് പിന്നീട് 913.24 കോടിയാണ്. അത് ആകെ കിട്ടേണ്ടത് കേരളത്തിന്. അതിൽ 815.73 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു. ഇത്രയും കൊടുത്തു കഴിഞ്ഞു. ഇതെന്ത് ചെയ്തു? എന്നാണ് കൊടുത്തതെന്ന് ഡേറ്റ് സഹിതം ഞാൻ സാറിന്റെ നമ്പർ എനിക്ക് വാട്സാപ്പ് ചെയ്യാൻ ഞാൻ ഇട്ട് തരാം. കൊള്ളണ്ട, എന്റെ സമയമാണ്. LDF-ന്റെ നിങ്ങളുടെ ആശാ വർക്കർമാർക്ക് കേന്ദ്രത്തിൽ നിന്ന് എത്ര രൂപ കൊടുക്കണം ഒന്ന് സിന്ധുമോൾ പറയും. ആശാ വർക്കർമാർക്ക് കേന്ദ്രത്തിൽ നിന്ന് എത്ര രൂപ കൊടുക്കുന്നു അത് പറയൂ. എത്ര കൊടുക്കുന്നത് നിങ്ങൾ പറയൂ. ഞാൻ മൊത്തം കൊടുത്ത നിങ്ങൾ എത്ര രൂപ തരുന്നു? ഞാൻ വേറെ ഒന്നും പറയുന്നല്ലോ. നമ്മൾ പറയുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് പറയാം. അത് കേരളം അല്ലല്ല, എത്ര രൂപ ഒരു വർക്കറിന്, ഒരു ആശാ വർക്കറിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന എത്ര രൂപ അത് പറയും. 189 കോടിയാണ് അവരെ കൊടുക്കണം. അതല്ല എന്റെ സിന്ധുമോളെ ഒറ്റ ഒരു വാച സിന്ധുമോളെ സമയം എടുത്തോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത് ഒരു ആശാ വർക്കറിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന എത്ര കൊടുത്തു? നിങ്ങൾ എത്ര കൊടുത്തു? എങ്ങനെയാണ് ഈ ഓണറേറിയം പെൻഡിങ് വന്നത്? അല്ല ഓണറേറിയം പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് 2 മാസത്തെ ഓണറേറിയം പെൻഡിങ് ഉള്ളൂ. മിനിമോൾ അങ്ങനെയല്ലേ? കേന്ദ്രം തരാഞ്ഞിട്ടാണോ? 189.15 കോടി രൂപ 23-24 ഇവിടെ എത്തി കണക്കാണ്. 24-25 ഇവിടെ കൊടുക്കേണ്ടത്, ഇവിടെ മൊത്തം തുക അടങ്കൽ തുക കേന്ദ്ര ഗവൺമെന്റ് എത്തിക്കുമ്പോൾ അത് കൊടുക്കേണ്ടത് നിങ്ങളാണ്. അല്ല ഒരു കാര്യം ഇപ്പൊ 7000 രൂപ അല്ല മിനി പറഞ്ഞല്ലോ, 7000 രൂപ ആശാ വർക്കറിന് ഓണറേറിയം കൊടുക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് എത്ര രൂപയാണ് അതിന്റെ പാർട്ടിസിപ്പേഷൻ? 60% കൊടുക്കുന്നതിൽ 60%. വെരി ഗുഡ്. 60%, 40% എന്നുള്ളതാണ് കണക്ക്. അതിനുള്ള തുക ഇവിടെ എത്തുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഏത് പണമാണ് കൊടുക്കുന്നത്? സംസ്ഥാനം നീക്കിയിരുത്തേണ്ട 40% നിങ്ങൾ എവിടെ വക കൊള്ളിക്കുന്നു കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ പറയൂ. നല്ല അഭിപ്രായം. ഏത് തുകയാണ് ഈ കൊടുക്കുന്നതെന്ന് നിങ്ങൾ പറയൂ. അല്ല ഞാൻ ഒറ്റ കാര്യം സിമ്പിൾ ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ചോദിച്ചോളൂ. 7000 രൂപ ഒരു ആശാ വർക്കറിന് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുമ്പോൾ നിങ്ങളെ പാർട്ടിസിപ്പേഷൻ എത്ര എന്ന് മാത്രമേ ചോദിച്ചോളൂ. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് എത്ര ഫണ്ട് തന്നിട്ടുണ്ടെന്നും നിങ്ങൾ സംസ്ഥാനം എത്ര ആരോഗ്യമന്ത്രി പറഞ്ഞു നമുക്കിനി 100 കോടി രൂപ കിട്ടാവുള്ളൂ. അല്ല 100 കോടിയെ നമുക്ക് കിട്ടാവുള്ളൂ എന്ന് പറഞ്ഞല്ലോ. നമുക്ക് കിട്ടാനില്ലെന്ന്, നമുക്ക് 100 കോടി കിട്ടാവുണ്ടെന്നല്ലേ പറഞ്ഞല്ലോ. അപ്പൊ വളരെ കൃത്യമായി കേന്ദ്രം ഇവിടെ ഫണ്ട് എത്തിച്ചിട്ടുണ്ടെന്നല്ലേ അത് അർത്ഥമാക്കുന്നത്. എന്നിട്ട് നരേന്ദ്രമോദിയെ പള്ളി പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. നരേന്ദ്രമോദിയല്ല കേന്ദ്ര ഗവൺമെന്റ് ഇപ്പം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്നത്. അത് UDF കോൺഗ്രസ് ആണെങ്കിൽ അവരെടുത്ത് പറയും. നിങ്ങൾ 11 ലക്ഷം രൂപ KV തോമസിന് പ്രതിമാസം കൊടുത്തുകൊണ്ട് എന്താ ഈ കേരളത്തിൽ ഉണ്ടാക്കുന്നത്? ചോദിക്കുന്നത് സാധാരണ ജനങ്ങളാ. അടിസ്ഥാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ല എന്ന് പറഞ്ഞ് കൈമലർത്ത് നിങ്ങള് നവോത്ഥാന മതിൽ കെട്ടാൻ വരെ ആശാവർക്കർമാരെ കൊണ്ടുപോയല്ലോ. അവര് നിങ്ങൾ പറയുന്ന 10 പദ്ധതിയിൽ ഏതെങ്കിലും അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 700 രൂപയല്ലേ നിങ്ങൾ കട്ട് ചെയ്യുന്നത് അവരുടെ ഓണറേറിയത്തിൽ നിന്നും? ഇത്രയും ഹീനമായിട്ടുള്ള അപ്രോച്ച് സ്വീകരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് കേരളം മാത്രം. അത് കേരളം മാത്രം സാർ. അല്ല കേരളത്തിൽ മാത്രമാണോ? അത് ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ള നോംസ് അല്ലേ? BJP ഇല്ല. BJP കേരളത്തിൽ മാത്രമാണോ?
BJP ഭരിക്കുന്ന സംസ്ഥാനം 700 രൂപയൊന്നും കട്ട് ചെയ്യുന്നില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനത്തിലൊക്കെ അതൊരു കേന്ദ്ര ഗവൺമെന്റിന്റെ norms വളരെ ആണെന്നേ. കൃത്യമായി ഇത് കൊണ്ടുപോകുന്നു. ഇല്ല ഇവിടെ ഇപ്പൊ ഈ പാർട്ടി സമ്മേളനങ്ങൾക്കൊക്കെ ആശാവർക്കർമാരെ കൊണ്ടുപോയി കസേര നിറയ്ക്കുന്നത് ഏത് ഗവൺമെന്റിന്റെ നോംസ് ആണ്? അത് അത്തരത്തിൽ പറയുന്നത് ശരിയല്ല. ശ്രീ സിന്ധുമോൾ, ശ്രീമതി സിന്ധുമോൾ താങ്കളിലേക്ക് എത്താം. അതിനു മുൻപ് ശ്രീ സതീഷ് വസന്ത് ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി, അതായത് 2024-25 സാമ്പത്തിക വർഷം തന്നെ 913 കോടി രൂപ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് ഓണറേറിയം ഉൾപ്പെടെ കേരളത്തിനുള്ള വിഹിതമായി നീക്കി വെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് ഫെബ്രുവരി 12-ന് 120.45 കോടി നൽകിയിട്ടുണ്ട്. കുടിശ്ശിക ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ തീർത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവർക്കുള്ളത് 2 മാസത്തെ ഉള്ളൂ എന്നാണ്. ശരി, അത് ശ്രീമതി യസ്മിനിയോട് ചോദിക്കാം. ശ്രീമതി യസ്മിനി, ഞാൻ മനസ്സിലാക്കുന്നത് 2 മുതൽ 6 മാസത്തോളമുള്ള കുടിശ്ശികയുടെ കണക്കുകളുണ്ട് എന്നാണ്, അങ്ങനെയാണോ? നവംബർ, ഡിസംബർ, ജാനുവരി ഈ 3 മാസത്തെ ഇൻസെന്റീവും ഡിസംബർ, ജാനുവരി മാസത്തെ ഓണറേറിയവും ആണ് കുടിശ്ശികയായിരുന്നത്. ഒരു നിമിഷം ഇപ്പോഴും ഒരു മാസത്തെ ഓണറേറിയം മാത്രമാണ് വന്നിട്ടുള്ളത്. ക്ഷമിക്കണം ശ്രീമതി യസ്മിനി, ഞാൻ താങ്കളിലേക്ക് എത്താം. ഒരു നിമിഷം എത്ര മാസത്തെ ഓണറേറിയം കുടിശ്ശികയാണ് ഇപ്പോൾ ഉള്ളത്? നവംബർ, ഡിസംബർ, ജാനുവരി 3 മാസത്തെ കുടിശ്ശികയാണ് ഞങ്ങൾ ഈ സമരം ആരംഭിക്കുമ്പോഴുള്ള ഓണറേറിയം. ഇൻസെന്റീവ് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി 4 മാസത്തേത്. അപ്പോൾ അതിൽ 1 മാസത്തെ ഓണറേറിയം നൽകിയിട്ടുണ്ട്. നവംബർ മാസത്തെ ബാക്കി കുടിശ്ശികയുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളിത് കുടിശ്ശിക വാങ്ങാൻ വന്നിരിക്കുന്ന ഒരു സമരമായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് അതിനെ പരിഗണിക്കരുത്. ഞങ്ങളത് കുടിശ്ശിക വാങ്ങാനേ വരുന്നതല്ല. കുടിശ്ശിക ഈ ആശാ വർക്കർ എന്ന് പറയുന്ന ഈ സംരംഭം തുടങ്ങി, ഈ സ്കീം തുടങ്ങിയ കാലം മുതൽ ഇൻസെന്റീവും ഓണറേറിയവും കുടിശ്ശിക തന്നെയാണ്. അത് 7-8 മാസം ഉണ്ടായിരുന്ന കുടിശ്ശികയാണ് ഞങ്ങളിപ്പോൾ സമരം ചെയ്ത് അത് 3 മാസവും 2 മാസവും ഒക്കെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിനകത്ത് ആർക്കും അതിനകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകളില്ല. പക്ഷെ ഞങ്ങളുടെ ഇപ്പോഴത്തെ സമരം കുടിശ്ശിക വാങ്ങാനുണ്ട്. LDFിൻ്റെ പ്രതിനിധി ഞങ്ങൾ തരും, ഞങ്ങൾ തന്നിട്ടുണ്ട്, ഞങ്ങൾ തരും എന്നൊന്നും അതിനകത്ത് ക്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. ഇത് കുടിശ്ശിക വാങ്ങാനുള്ള സമരമല്ല സാർ. ഇത് ഞങ്ങൾക്ക് ജീവിച്ചിരിക്കാനുള്ള വരുമാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. അതുകൊണ്ട് നിങ്ങൾ മെച്ചപ്പെട്ട വേതനം തരണം. നിങ്ങളടക്കം ഒരു തൊഴിലാളിക്ക് മിനിമം 700 രൂപ നൽകണമെന്ന് പറഞ്ഞ് കേന്ദ്ര തലത്തിലും ഈ രാജ്യമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രക്ഷോഭങ്ങളോട് എന്തെങ്കിലും നീതിപൂർവമായ നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ ഈ പണിയെടുക്കുന്ന ആളുകൾക്ക് 232 രൂപ വേതനം മാറ്റി ഒരു ദിവസം 700 രൂപ വേതന നിരക്കിൽ വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീമതി മിനി, അതോടൊപ്പം ഇനിയൊരു തുടർ ചർച്ചയ്ക്ക് സർക്കാർ ക്ഷണിക്കും. അതിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം ഇതുവരെയുള്ളതെല്ലാം വിപരീതമായിരുന്നു. ആരോഗ്യമന്ത്രി അടക്കം തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ആനിരാജ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യണം, ഡൽഹിയിൽ പോയി സമരം ചെയ്യണം, രാഷ്ട്രീയ പ്രേരിതമാണ് ഇതൊക്കെ എന്നുള്ള പ്രസ്താവനകളൊക്കെ പലരുടെയും ഭാഗത്തു നിന്ന് വന്നു. എന്തായാലും ഒരു തുടർ നീക്കം എന്നോണം ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടോ? ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ഈ ഗവൺമെന്റിന് നികുതി കൊടുക്കുന്ന ജനങ്ങളാണ്. ഞങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ആളുകളാണ് നമ്മുടെ ഭരണാധികാരികൾ ഇവിടെ ഇരിക്കുന്ന അധികാര കസേരയ്ക്കുന്നത്. അപ്പോൾ അവർ ചർച്ചയ്ക്ക് എന്താ ചെയ്യുക? ചർച്ചയ്ക്ക് വിളിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും അവതരിപ്പിക്കുന്നു. അതിനകത്തൊരു സമവായം ഉണ്ടാക്കി തീരുമാനമുണ്ടാക്കി പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഫീൽഡിൽ പോയി പണിയെടുക്കേണ്ടുന്ന ആളുകളാണ് തെരുവ്. ശരി, ശ്രീമതി യസ്മിനി പറയുന്നതിൽ നിർഭാഗ്യവശാൽ സാങ്കേതിക തകരാറ് നേരിടുന്നത് കൊണ്ട് ക്ലിയർ ആകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല, സമരമുഖത്ത് നിന്നാണ് ശ്രീമതി മിനി പ്രതികരിച്ചത്. അവർക്ക് തിരികെ പോകേണ്ടതും ഉണ്ട്. ശ്രീ സതീഷ് വസന്തിലേക്ക് വരികയാണ്. ശ്രീ സതീഷ് വസന്ത്, അവർ കൃത്യമായി തന്നെ അവർ ആവശ്യപ്പെടുന്നുണ്ട്, കുടിശ്ശികയല്ല തങ്ങളുടെ ആവശ്യം എന്നുള്ളത്. അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായി അവർക്ക് മിനിമം വേതനം, ഇതാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർധനവ്, ഓണറേറിയം വർദ്ധിപ്പിക്കുക. അവർ ഇത്രയധികം കൊല്ലം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് തിരിച്ച് വിരമിക്കലിലേക്ക് എത്തുമ്പോൾ ഒരു തുക 5 ലക്ഷം രൂപയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒരു തുക അവർക്ക് നൽകുക. ഈ ആവശ്യങ്ങളിലാണ് നിൽക്കുന്നത്. ഈ വിരമിക്കൽ തുക മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് എടുക്കാവുന്ന വിഷയം തന്നെയല്ലേ? രോഹിണി, 100% ആ ഒരു പരിഗണനയ്ക്ക് എടുക്കേണ്ട ഒരു ആവശ്യമാണ്.
നേരത്തെ പറഞ്ഞ പോലെ ആശാ വർക്കർമാർ നമ്മുടെ സംസ്ഥാനത്തിന് നമ്മുടെ രാജ്യത്തിന് അവർ ഒരു അത്യന്താപേക്ഷിതമുള്ള ഒരു വർക്കർമാരാണ്. ഞാൻ 100% പറയുന്നത്. അപ്പം ഞാനിത് പറയുന്നത് ഈ ഗവൺമെൻറ് നമ്മളിപ്പോൾ എന്തെങ്കിലും പറയുന്ന ഇപ്പം ആശാ വർക്കർമാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുന്നു. ആ കൂട്ടി കൊടുക്കുമ്പോഴത്തേക്ക് എവിടെയെന്ന് അതിൻ്റെ സോഴ്സ് ഒന്നും കൂടി നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് കൊടുക്കണം 100% കൊടുക്കണം. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, LDFന്റെ 28,000 കോടി രൂപ ടാക്സ് പിരിക്കാനുണ്ട് കേരളത്തിൽ. പിരിച്ചാൽ മതി സാറേ. അതിനുള്ള ഊർജ്ജ എന്താ പിരിക്കാത്തത്? അതിനുള്ള ബ്രൂവറി തുടങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട്, ബ്രൂവറി ഒയാസിസിനെ ഒക്കെ വിളിക്കുന്നതിന് മുമ്പായിട്ട് 28,000 കോടി പിരിക്കുക കേരളത്തില്. GH ഞാൻ പറഞ്ഞ സിന്ധുമോൾ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പിരിക്കാനുള്ള സംവിധാനത്തിലേക്ക് സിന്ധുമോളെ ഒരു കാര്യം എന്ന് വെച്ചാൽ കോടതിയിലെല്ലാം സിന്ധുമോളും ഒക്കെ കോടതിയിൽ പോകണമല്ലോ. എത്ര സ്റ്റേകളൊക്കെ ഉണ്ട്. നമ്മളൊന്ന് പിരിക്കാൻ പോകുമ്പോഴേക്കും ഒരു സ്റ്റേ വരണം, അല്ലെങ്കിൽ വേറെ ഒരു സോഴ്സ് ചെയ്യുന്ന അതിനെ കുറച്ച് ഒന്ന് നിർത്തലാക്കണം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പിരിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് GST പിരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. നികുതി പിരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ടാക്സ് നിയമപരമായി പിരിക്കേണ്ട ടാക്സ് പിരിക്കണ്ടെന്ന് ഒരു കോടതിയും പറയില്ല. നികുതി കൊടുക്കണ്ട എന്നല്ല പറഞ്ഞത്. അവർക്കൊരു സാവകാശം, ഞാൻ പറഞ്ഞ അവർക്കൊരു സാവകാശം കൊടുക്കരുതും. അത് നിങ്ങൾ ആരാണ് പറയുന്നില്ലാന്ന്? ഒരു സാവകാശം കൊടുക്കുള്ളൂ, സ്വാഭാവികമായി കൊടുക്കുന്ന എല്ലാ കോടതികളും കൊടുക്കുന്നതിന് സിന്ധുമോളെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എന്തിനും ഏതിനും സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാതെ കേന്ദ്രത്തിൽ നിന്ന് ഘടകങ്ങൾ എന്താ? ഇത് ഔദാര്യമാണോ? സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഫെഡറൽ നിങ്ങളെ മുമ്പ് ഒന്നും യാചിക്കേണ്ട ആവശ്യമില്ല. കേന്ദ്രത്തിന് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടണം. എന്റെ സിന്ധുമോളെ, ഞാൻ ഒരു സിന്ധുമോളെ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? അല്ലല്ല, സിന്ധുമോൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. ദേശീയപാത വികസനത്തിൽ ഉൾപ്പെടെ ഔദാര്യം കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ പോലെ നിങ്ങൾ ഞാൻ പറയാം വയനാടിനെ പറ്റി നിങ്ങൾ ഇത്രയും വലിയ ഒരു ദേശീയ ദുരന്തം പോലെ ഒരു പ്രധാനമന്ത്രി വന്നിട്ട് നോക്കിയിട്ട് 50 വർഷം പലിശയില്ലാതെ നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് 531 കോടി രൂപ തന്നിട്ട് 31 മാർച്ച് 31 അത് ഞാൻ പറയട്ടെ, എന്റെ ചെലവഴിച്ച് തീർക്കണമെന്ന് നടക്കൂ. ഇവിടെ നിങ്ങളുടെ കയ്യിൽ, നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ പണം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ചൂരൽമലയിലെ ജനങ്ങൾക്ക് ഒരു രൂപ ചെലവാക്കാൻ നിങ്ങൾ കാര്യമുണ്ടല്ലോ? അവർക്ക് അങ്ങനെ പെൻഡിങ് ഒന്നുമില്ല. ഇപ്പം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൈസ ഇപ്പൊ 2 മാസത്തെ ഒരു പെൻഡിങ് മാത്രമേ ഉള്ളൂ. അവർക്ക് ഓണർ റേറ്റ് കൊടുക്കാനുള്ളത് നവംബർ ഡിസംബർ ജനുവരി എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നവംബർ ഡിസംബർ ജനുവരി, നവംബറിന്റെ പൈസ കൊടുത്തു കഴിഞ്ഞു. ഡിസംബർ ജനുവരിയുടെ പൈസ വരുന്നുള്ളൂ. 2 മാസത്തെ ഓണർ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അവർക്ക് കൊടുക്കുന്ന അതാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞത് നമുക്ക് കേന്ദ്ര ഗവൺമെന്റിൽ 100 കോടി കിട്ടാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ കുടിശ്ശിക മാത്രമല്ല, നിങ്ങളെ ശമ്പള വർധനത്തിനും നമ്മൾ കൂടെ നിൽക്കുന്നല്ലോ. പറയും പോലെ ഒരു ശമ്പള വർധന ഔദാര്യം എവിടെയാണ്? അവരുടെ അവകാശമാണെന്ന്, അവരുടെ അവകാശമാണ്. കൊടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്? കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇത് എവിടെയാണ് വകമാറ്റിയത്? നിങ്ങൾ ഒരു നിമിഷം ശ്രീമതി സിന്ധുമോള് താങ്കളിലേക്ക് എത്താം. ഒരു നിമിഷം LDF പ്രതിനിധിയോട് ഒരു കാര്യം കൂടി ചോദിച്ചോളട്ടെ. ശ്രീ സതീഷ് വസന്ത്, ഇവിടെ ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാം എന്ന് എപ്പോഴാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്?
സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നടപടിയും ഉണ്ടായില്ലല്ലോ. ഈ കുടിശ്ശിക നൽകാമെന്ന് പറഞ്ഞതല്ലാതെ ഇവരുടെ ഓണറേറിയം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്രസ്താവനയും അനുകൂലമായി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഓണറേറിയം കൂട്ടേണ്ടത് നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. ചർച്ച ചെയ്യാൻ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവർ പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമ്മളെ സമരം അവസാനിപ്പിക്കുള്ളൂ എന്നാണ് നമ്മളെ ആശാ വർക്കർമാരെ സംഘടനാ നേതാക്കൾ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു സമയം വേണ്ടി, നമുക്കൊരു സമയം വന്ന് ഇതിപ്പം ആരോഗ്യമന്ത്രിക്ക് മാത്രമായിട്ട് എടുക്കാൻ പറ്റുന്ന സംവിധാനവും ധനകാര്യ ഇതിൽ നിന്ന് നമുക്ക് ഇത് വേണ്ടി, അവിടെ നിന്ന് അപ്രൂവൽ വേണ്ടി, അപ്പോൾ അവരെ ഒരു കൺസെൻറ്റും കൂടി വേണ്ടി. അപ്പം ഇത് ഇരുന്ന് സംസാരിച്ച് എടുത്താൽ മാത്രമേ പറ്റുള്ളൂ. ആ ഓണറേയും കൊടുത്തത് നമുക്ക് കൊടുക്കാനുള്ളത് പെട്ടെന്ന് കൊടുക്കേണ്ടത് അവരെ കുടിശ്ശിക. ഇപ്പം മിനിമോൾ പറയുന്നു നമ്മൾ അതിനല്ല വന്നിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം പറ്റും, കുടുംബശ്രീക്കാർ ഇവിടെ ഇത്രയും പേര് കുടുംബശ്രീക്കാരുണ്ട്. ആ കുടുംബശ്രീക്കാരൊക്കെ അവരെ പ്രായം കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു എമൗണ്ട് കൊടുക്കണമെന്ന് വെച്ചാൽ നടക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് എനിക്കറിഞ്ഞൂടാ. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അവർക്ക് കൊടുക്കുന്നതിൻ്റെ ഇന്ന് വേറെ ഫണ്ട് ഉണ്ട്. ഇപ്പം സംസ്ഥാന ജീവനക്കാരൊക്കെ ഇപ്പം പെൻഷൻ കൊടുക്കാൻ പുതിയ ആൾക്കാർക്ക് പെൻഷൻ ഇല്ല, നിങ്ങൾക്കറിയാമല്ലോ. ആ ലെവലിലാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് LDF ഗവൺമെൻറ് ആയിരുന്നാലും LDFൻ്റെ എല്ലാ കക്ഷികളും പറയുന്ന ഒറ്റ കാര്യമുണ്ട്, ആശാ വർക്കർമാർക്ക് കൊടുക്കേണ്ടതാണ്, അത്യാവശ്യമാണ്. അപ്പോൾ അത് നമ്മളൊന്ന് പരിശോധിച്ച് നമ്മൾ കൊടുക്കാതെ ഒന്നും ഇരിക്കില്ല. ശരി, പക്ഷേ അത് എത്ര നാൾ നീക്കി വയ്ക്കും എന്നുള്ളതാണ്. കാരണം അത്തരമൊരു ശുപാർശ ധനമന്ത്രാലയത്തിന് ഡിസംബറിൽ പോയതാണ്. പക്ഷേ ധനമന്ത്രാലയം ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. നേരത്തെ നമ്മളിപ്പോൾ PSC അംഗങ്ങളുടെ കാര്യം പറയരുത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പറയാണ്, താല്പര്യമുള്ള കാര്യങ്ങൾക്കൊക്കെ ധനമന്ത്രാലയം വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കുന്നത് കാണുന്നുണ്ട്. 15 വർഷമായ വണ്ടി, ലക്ഷക്കണക്കിന് രൂപയുടെ ഇന്നോവ ക്രിസ്റ്റയൊക്കെ വാങ്ങിക്കാൻ ധനമന്ത്രാലയം ലക്ഷങ്ങൾ പാസ്സാക്കുന്നതൊക്കെ നമ്മളിവിടെ കണ്ടതാണ്. അതല്ല, നിങ്ങളത് രണ്ടായിട്ട് കാണുക. അതും ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. 2016 അത് ജുഡീഷ്യൽ കമ്മീഷൻ പേ കമ്മീഷൻ ഉണ്ട്. ആ ജുഡീഷ്യൽ പേ കമ്മീഷനിൽ കൊടുക്കണമെന്നുള്ള നിയമമുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ നിയമത്തിൻ്റെ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അത് 2016 കൊടുക്കേണ്ടതാണ്. നമ്മളിപ്പോൾ 2025 ശരി, ശ്രീമതി TP സിന്ധുമോൾ, ഇവിടെ കേന്ദ്ര സർക്കാർ നയം ഏത് രീതിയിലായിരിക്കും? കുടിശ്ശിക ഇല്ല എന്നുള്ളത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. കുടുംബാരോഗ്യ ക്ഷേമ പെൻഷന്റെ ഭാഗമായിട്ടുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായി സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന വിഹിതം അവർ കൃത്യമായി നൽകുന്നുണ്ട് എന്ന് പറയുന്നു. സംസ്ഥാന സർക്കാർ പറയുന്നു ഇനിയും കോടികളുടെ കുടിശ്ശിക കിടപ്പുണ്ട്, അത് കിട്ടിയാൽ മാത്രമേ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. രോഹിണി, ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ, മാനദണ്ഡങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറയാതെ അറിയാമല്ലോ. ഈ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യത്തിലും NHM ഫീൽഡിൽ മാത്രമല്ല, അല്ലാതെ പല മേഖലയിലും കേരളത്തിൽ നിന്ന് പോകേണ്ട അക്യുറേറ്റ് ആയിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും അവതരിപ്പിക്കുകയോ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ കൃത്യമായ ഫ്ലോയിൽ വന്നുകൊണ്ടിരുന്ന ആ ഒരു പണത്തിന്റെ വരവിന് അല്ലെങ്കിൽ ഫണ്ടിന്റെ വരവിന് ഇടയ്ക്ക് ഒരു ബ്ലോക്ക് വന്നത്. പക്ഷെ അതിനുശേഷം അത് ക്ലിയർ ആക്കുകയും അത് കൊടുത്തു തീർക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ആരംഭിക്കുകയും ഏതാണ്ട് ഈ പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞതുപോലെ അവസാനം 815.73 കോടി രൂപ കേരളത്തിന് കൊടുക്കുകയും ചെയ്ത് തീർത്ത് അങ്ങനെ ആ അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ്. ഇനി എനിക്ക് തോന്നുന്ന അധികമൊന്നും കൊടുക്കാനുണ്ടെന്ന് തോന്നുന്നില്ല. കൊടുക്കാനുണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. എന്റെ കയ്യിൽ ലാസ്റ്റ് വന്ന കണക്കനുസരിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഞങ്ങൾ അത് പരിശോധിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഞങ്ങൾക്ക് കേന്ദ്രത്തിലെ NHM നിന്നും ആ കണക്കുകൾ കൃത്യമായിട്ട് കിട്ടും. ഞങ്ങൾ ഈ ഡേറ്റ അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഏതാണ്ട് 26,478 ആശാ വർക്കർമാരുണ്ട്. ഇവിടെ ആദ്യമൊക്കെ ഈ പറഞ്ഞതുപോലെ ഇവർക്ക് കൃത്യമായിട്ടുള്ള വർക്കിന്റെ സമയമൊന്നും അങ്ങനെയൊന്നും ഒരു ഘടന ഉണ്ടായിരുന്നില്ല. അവർക്ക് വേറെ എന്തെങ്കിലും ജോലിയിൽ എൻഗേജ്ഡ് ആകാമായിരുന്നു. ഇതൊരു പാർട്ട് ടൈം പോലെ ചെയ്യാമായിരുന്നു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് അതിനൊന്നും ഇവർ വാശി പിടിച്ചിട്ടുമില്ല. പക്ഷെ പിന്നീട് ഏതാണ്ട് 10 പരിപാടികൾ പ്രഖ്യാപിക്കുകയും ഇത് നിർബന്ധിതമാക്കുക, ഏതാണ്ട് 2018 കൂടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്, നിർബന്ധിതമാക്കുകയും ചെയ്ത സാഹചര്യത്തില് അവർ സാമാന്യേന ഒരു മുഴുവൻ സമയ പ്രവർത്തക എന്നുള്ള രീതിയിലേക്ക് മാറി. അവർക്ക് വേറൊരു കാര്യത്തിലും പോകാൻ സാധിക്കില്ല. അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്, അവരുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്, അവരുടെ കുഞ്ഞുങ്ങളുടെ പഠനം, അവരുടെ നിത്യവൃത്തിക്കുള്ള ഉപാധി, ഇതെല്ലാം ഇതിൽ നിന്നാണ് കിട്ടേണ്ടത്. അവിടെ ഈ പറഞ്ഞതുപോലെ നോക്കൂ, തൊഴിൽ ദിനങ്ങൾ കുറവാണെങ്കിലും അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു തൊഴിലുറപ്പ് പദ്ധതിക്ക് കിട്ടുന്നതിന്റെ ആ വിഹിതത്തിലേക്ക് പോലും എത്തുന്നില്ല എന്നുള്ള ഒരു ദുര്യോഗം ഇന്ന് ഇവർ അനുഭവിക്കുന്നുണ്ട്. അതേസമയം ഇവർ ഒരു വാർഡ് മുഴുവൻ, ഒരാശാ വർക്കർ ഒരു വാർഡ് മുഴുവൻ വിശ്രമമില്ലാതെ, നമുക്കറിയാം നമ്മുടെ ഈ കൊടും ചൂടൊക്കെ എന്താണെന്ന് അറിയാം, അവർ വിശ്രമമില്ലാതെ നടക്കുന്നത് ഞാനും രോഹിണിയും നമ്മളൊക്കെ കാണുന്നതാണ്.
ആശാവർക്കർമാർ അവർ ഈ നടക്കുന്നത്, അവർക്ക് സഞ്ചരിക്കാനുള്ള മറ്റു മാർഗങ്ങളൊന്നുമില്ല, നടന്നാണ് അവർ ഈ വാർഡ് മുഴുവൻ പോകുന്നതൊക്കെ. 1 രൂപ കയ്യിൽ നിന്ന് എക്സ്ട്രാ എടുക്കാനില്ലാത്തത് കൊണ്ട് ഒരു നാരങ്ങാ വെള്ളം പോലും വാങ്ങി കുടിക്കാൻ സാധിക്കാത്ത പാവങ്ങൾ അവര് ശരിക്കും. അത് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നില്ല ഒരു പുരുഷനാണെങ്കിൽ ഇത്രയും പ്രവർത്തിക്കുന്നതല്ല. സ്ത്രീകളായതുകൊണ്ട് അവരുടെ അർപ്പണ ബോധം കൂടിയാണ് അവരവിടെ കാണിക്കുന്നത്. ആ സ്ത്രീകളോട് ഇങ്ങനെ ഒരു ഗവൺമെന്റ് അവഗണന കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അവര് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് സമരം ചെയ്യുമ്പോൾ നിങ്ങൾ അത് നിർത്തിക്കോ, നിങ്ങളുടെ കാര്യം പിന്നെ പരിഗണിക്കാമെന്ന് പറഞ്ഞു വിടുകയല്ല ചെയ്യേണ്ടത്. ഇച്ഛാശക്തിയുള്ള ആരോഗ്യമന്ത്രിയാണെങ്കിൽ ഉടനടി, അവരൊരു സ്ത്രീയല്ലേ, ഉടനടി ആ പ്രശ്നം പരിഹരിക്കണം. എന്തിനെല്ലാം ഇനി ശരി, ഇവർ ഈ പറയുന്ന പോലെ ഇവരുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറയുന്നു, എവിടുന്നെങ്കിലും കണ്ടെത്തി ഇവർ കൊടുക്കണം. സ്ത്രീകളാണ് ഈ എരിവരി വയർത്ത് വന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ ആരോഗ്യമന്ത്രിയും ഒപ്പം ഒരു വനിതയുമാണ്, നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടരുതെന്ന് പറയുന്ന നട്ടലുള്ള ഒരു ആരോഗ്യമന്ത്രിയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഇതുവരെ പരിഹരിക്കുമെന്ന് പറയുന്നത് എന്താണ്? ഏതാണ്ട് 8-9 മാസം കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കയ്യും കെട്ടി ഇറങ്ങിപ്പോകാനുള്ള സമയമാണ് ഇവർ ചോദിക്കുന്നത്. ഇവര് പരിഹരിക്കുകയൊന്നുമില്ല. ഇവിടെ PSCയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം അതിലേക്കൂടെ ഞാൻ വരട്ടെ. ഈ കേരളത്തിന്റെ ജനസംഖ്യ ഏതാണ്ട് 3.5 കോടി. പോട്ടെ, പുതിയ സെൻസസ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് 4 കോടി എന്ന് കൂട്ടാം. ഇവിടെ PSC മെമ്പർമാർ എത്ര? 21 പേരാണ്. അതേസമയം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം നോക്കാം, കർണാടകയില് 6.11 കോടിയുണ്ട്. അവിടെ PSC മെമ്പർമാർ വെറും 9 പേരാ. മെമ്പർമാരുടെ പ്രതിമാസ ശമ്പളം ഏകദേശം 1 ലക്ഷം രൂപ, അവർക്ക് പെൻഷൻ ഇല്ല. ഇവിടെ ചെയർമാന്റെ നിലവിലത്തെ ശമ്പളം 3.87 ലക്ഷമായി വർദ്ധിപ്പിച്ചു. മെമ്പർമാരുടെ ശമ്പളം 2.19 ലക്ഷം 3.80 ലക്ഷമായി വർദ്ധിപ്പിച്ചു. 8 മാസം പദവിയിലുണ്ടായാൽ 80,000 രൂപ വരെ ഇവർക്ക് പെൻഷൻ. വേറെ ഒരു സംസ്ഥാനത്തും പെൻഷൻ ഇല്ല മെമ്പർമാർക്ക്. ഇങ്ങനെ വാരിക്കോരി കൊടുക്കുക ആർക്ക് കൊടുക്കുന്നു? നമുക്കറിയാലോ, മന്ത്രിമാരുടെ PAമാർ വെറും 2 വർഷം സേവനം അനുഷ്ഠിച്ചാൽ മതിയല്ലോ, പിന്നീട് ആജീവനാന്ത പെൻഷനിലേക്ക് പോവുകയാണ്. വീണ്ടും അവരുടെ ഇഷ്ടക്കാരെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ പണമെല്ലാം കൊടുക്കുമ്പോൾ ഈ ആശാ വർക്കർമാരെ ഒരു നിമിഷം ഒന്ന് മാറി നോക്കിയാൽ പോരെ? അതെ, അത് മാത്രമല്ല ഈ ആശാവർക്കർമാരുടെ സമരത്തോട് അങ്ങേയറ്റം അപഹാസ്യമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇവിടെ സമരസമിതി പ്രതിനിധികൾ ആരുമില്ല, അല്ലെങ്കിൽ അവർ കൃത്യമായി മറുപടി പറഞ്ഞേനെ. അവർക്ക് വേണ്ടി ഞാനൊരു കണക്ക് വയ്ക്കുകയാണ്. 26,000 പേരോളമാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഇവരുടെ കണക്ക് സർക്കാർ ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശ്രീ സതീഷ് വസന്ത്, അതെന്തിനായിരിക്കാം? ഞങ്ങൾ ഉറപ്പ് നൽകുന്നു, ഇനിയിപ്പോൾ കിട്ടേണ്ട കോടികൾ കിട്ടിയാലുടൻ ഞങ്ങൾ അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കും എന്ന് പറയുന്നതോടൊപ്പം ഒരു പ്രതികാര നടപടിക്കെന്ന് തന്നെയാണ് അവർ ആരോപിക്കുന്നത്. ഇവർ ആരൊക്കെയാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളൊരു വിവരശേഖരണം സർക്കാർ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടില്ല. ഉണ്ട്, അവർ തന്നെയാണ് അത് ആരോപിച്ചത്, വിവിധ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അല്ല, അതിപ്പം അവിടെ സമരം ചെയ്യുന്നവരാരെന്ന് പോലീസിൻ്റെ എൻക്വയറിയെല്ലാം നടക്കണമെന്നോ അറിഞ്ഞില്ല. അതിപ്പം സ്വാഭാവികമായി നമ്മളെ ഇൻ്റലിജൻസ് അത് നടത്തുമല്ലോ, സ്വാഭാവികമല്ലേ. സ്വാഭാവികം എന്ന് വെച്ചാൽ നമ്മളെ ഇത് ആശാവർക്കർമാർ തന്നെയോ ആശാവർക്കർമാരല്ലയോ അത് സമരം ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഇത് ഗവൺമെൻറ് ശേഖരിക്കുമല്ലോ, അങ്ങനെ വല്ലതും ആയിരിക്കും, അല്ലാതെ വേറെ എന്തുവാ? ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഇടതുപക്ഷ സർവീസ് സംഘടനകൾ എന്തുകൊണ്ട് ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നില്ല സമരമുഖത്തുവെന്ന്? ആരാണ് ചെയ്യാത്തത്? ഇടതുപക്ഷ സർക്കാർ INTUCയുടെ സാന്നിധ്യം അവിടെയുണ്ടോ? അല്ല, ഏത് INTUCയുടെ സാന്നിധ്യം അവിടെയുണ്ടോ? അല്ല, INTUCയുടെ കാണുമായിരിക്കും. നമ്മളിപ്പോൾ ആശാ വർക്കർമാരെന്ന് പറയുന്നത് അവർ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരൊന്നും അല്ലല്ലോ. അവരെന്ന് പറയുന്നത് ആശാ വർക്കർമാരെ അവർ ഒരു രാഷ്ട്രീയ പാർട്ടികളത് അല്ലാതെ സ്വതന്ത്ര സംഘടനയിലാണ് അവർ സമരം ചെയ്യുന്നത്. മിനിയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ സ്വന്തം അവർ പറഞ്ഞല്ലോ, നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ പാർലമെൻറ്റിൽ മാർച്ച് നടത്തിയിട്ടുണ്ട്, നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് മാർച്ച് നടത്തിയിട്ടുണ്ട്. നമുക്ക് സംസ്ഥാനത്തു നിന്നോ കേന്ദ്രത്തിൽ നിന്നോ കിട്ടാനുള്ളതെല്ലാം വാങ്ങിച്ചെടുക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതിന് കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിക്കാരും അതുപോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കാരും പ്രതിപക്ഷവും എല്ലാവരും ചേർന്ന് നമുക്കത് വാങ്ങിച്ചു തരണമെന്നാണ് ഇവർ പറയുന്നത്. അവരൊരിക്കലും ഈ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നതല്ല, നമുക്ക് കൂട്ടേണ്ട സ്ഥലം നമുക്കൊരു പരിമിതിയുണ്ട്. അതാണ് പറഞ്ഞത്. ധനകാര്യ ഇപ്പം ആരോഗ്യമന്ത്രി ധനകാര്യ സ്ഥാപനത്തിലേക്ക് അവർ അയച്ചിട്ടുണ്ട്, ഇത് നമുക്ക് ആശാ വർക്കർമാർക്കുള്ള ഓണറേയും കൂട്ടണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അത് ധനകാര്യ ഇതും കൂടി നമുക്ക് വരണ്ടേ, അനുകൂലമായിട്ട് വരണ്ടേ. അപ്പം നമുക്ക് ഇപ്പം ധനകാര്യമന്ത്രിക്ക് കൂട്ടാനുള്ള ഒരു സംവിധാനവും ഇല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ നിങ്ങൾക്കറിയാമോ 1200 എന്നുള്ള ഇതിൽ നമ്മൾ 200 രൂപയെങ്കിലും കൂട്ടിയേനെ. അങ്ങനെ 200 രൂപ കൂട്ടിയെങ്കിൽ എന്താണ് വേണ്ടത്? ഇത്
ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂട്ടി നിങ്ങൾ പറയും. ഇപ്പം അതല്ല, അദ്ദേഹം ഇപ്പോൾ അവതരിപ്പിച്ചതെന്ന് വെച്ചാൽ എക്സാക്റ്റ് ഒരു ഇതാണ് നമ്മൾ ഇന്നത്തെ ധനസ്ഥിതി വെച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനൊരു പരിമിതിയുണ്ട്. അപ്പം ആ പരിമിതി നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള എല്ലാം ഗവൺമെന്റ് ചെയ്യും, 100% ചെയ്യും. ശരി, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആശാ വർക്കർമാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിനിധിയെങ്കിലും എത്താത്തത്? അല്ല, അത് പക്ഷേ നമ്മുടെ സമരം ആരോഗ്യമന്ത്രിയായിട്ട് ഇവർ 5ാമത്തെ ദിവസം ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നല്ലോ. അപ്പോൾ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് ഇല്ലയെന്ന് പറഞ്ഞാൽ? ആരോഗ്യമന്ത്രിയും ഇവരുമായിട്ട് സംസാരിച്ചിട്ടില്ലേ? ആര് പറഞ്ഞില്ല എന്ന്? ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചു, അത് അവരുടെ ആവശ്യമായിരുന്നു. സമരസമിതിയുടെ ആവശ്യം സംസാരിച്ചു എന്നേ ഉള്ളൂ, അതിന് യാതൊരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. അല്ല, നടപടി ഞാൻ പറഞ്ഞില്ലേ, ഒരു ആരോഗ്യമന്ത്രിക്ക് മാത്രം എടുക്കേണ്ട ഒരു സംവിധാനമല്ല. ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് മാത്രം മതം. ആരോഗ്യമന്ത്രി ധനകാര്യമന്ത്രിയായിട്ട് സംസാരിക്കണം, ധനകാര്യമന്ത്രി ആരോഗ്യമന്ത്രിയായിട്ട് മുഖ്യമന്ത്രിയായിട്ട് ധരിപ്പിച്ച് അതിനുള്ള ഫണ്ട് നമുക്ക് എവിടെ നിന്ന് എടുക്കണം. ഇതൊക്കെ കുറച്ച് ഒരു കാലതാമസമുണ്ട് രോഹിണി. അതിനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, അതെന്തായാലും നമ്മൾ കാണേണ്ടത് തന്നെയാണ്. കാരണം ശുപാർശ കത്തുകൾ ഇങ്ങനെ മാറി മാറി കൊടുക്കുന്നു, റിപ്പോർട്ടുകൾ തേടുന്നു. ഇതൊരു പതിവ് പല്ലവി തന്നെയാണ്. ശ്രീമതി ടി പി സിന്ധു, നമുക്കറിയാം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ആശാ വർക്കർമാരുടെ സംഭാവന എന്താണ് എന്നുള്ളത്. കോവിഡ് കാലത്തും നിപ്പ പ്രതിരോധ മാർഗങ്ങളിലുമൊക്കെ എന്തിന് ഈ കുഞ്ഞു കുട്ടികൾക്കുള്ള പൾസ് പോളിയോ വിതരണം അടക്കമുള്ള തുള്ളിമരുന്നുകളുടെ വിതരണത്തിൽ പോലും അവർ വഹിക്കുന്ന ആ സ്വാധീനം, സാന്നിധ്യമൊക്കെ അങ്ങേയറ്റം വലുതാണ്. ഗ്രാമങ്ങൾ തോറും വീടുകൾ തോറും കയറിയിറങ്ങി അവിടെയുള്ള അംഗങ്ങളുടെ കണക്കെടുത്ത് ആർക്കെങ്കിലും പനിയുണ്ടോ കുഞ്ഞുങ്ങളുണ്ടോ ഇതൊക്കെ നിരന്തരം അന്വേഷിക്കുന്നവരാണ്. അവരുടെ ഒരു ആവശ്യത്തിന് മേലാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ മുഖം തിരിക്കുക മാത്രമല്ല അങ്ങേയറ്റം അപഹാസ്യപരമായ രീതിയിൽ, അപമാനിക്കത്തക്കവണ്ണ രീതിയിലുള്ള പല പരാമർശങ്ങളും നടത്തുകയും ചെയ്യുന്നത്. രോഹിണി, ശരിയാണ്. ഈ ആശാ വർക്കർമാരെ ഞാൻ ആലോചിക്കാറുണ്ട്. ഈ ഒരു ആശാ വർക്കറോട് അവർ ശ്രദ്ധിക്കുന്ന വാർഡിലെ എന്തെങ്കിലും ഒരു വിവരം, ഒരു വീടിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആ വാർഡിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ ഒരു ആശാ വർക്കറോട് ചോദിച്ചാൽ മതി, വളരെ കൃത്യമായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ്, ഹരിതകർമ്മസേനയില്ലേ, അതിൽ പ്രവർത്തിക്കുന്നവര്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവര്, ഇവരോടൊക്കെ ചോദിച്ചാല് വളരെ കൃത്യമായിട്ട് ആ വാർഡിന്റെ പൾസ് നമുക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ്. കാരണം അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ വാർഡിൽ അവരൊരു വീട്ടിൽ എത്ര തവണ പോകുന്നു എന്നുള്ളത് സത്യത്തിൽ അത്രയും പോകേണ്ട ആവശ്യമുണ്ട് പല കാര്യങ്ങളിലായിട്ട്. കോവിഡിന്റെ ഒക്കെ കാലഘട്ടത്തിൽ അവർ നിരന്തരം, നമ്മളൊക്കെ ഭയന്ന് വീട്ടിലിരിക്കുമ്പോഴും ഇവർ ഫീൽഡിലായിരുന്നു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി അവരെ അനുമോദിച്ചത്, അത്രയധികം അപ്രീഷിയേറ്റ് ചെയ്തു അവരെ. ആ രീതിയിൽ വരെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഇവരുടെ ഈ ഒരു ആവശ്യം, ഇതൊരു വലിയ ആവശ്യമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവർക്ക് അവരുടെ ജീവനോപാധിക്ക് വേണ്ടി അവർക്ക് നിലനിൽക്കാൻ, അവർക്ക് മുന്നോട്ട് പോകാൻ, അവർക്ക് അഭിമാനത്തോടെ ജോലി ചെയ്യാനായിട്ട്, അവർ ചെയ്യുന്ന ജോലി അവർക്ക് അഭിമാനബോധം തോന്നണ്ടേ? നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ അതിന്റെ മൂല്യം കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ, അതിന്റെ മൂല്യം അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ ഏത് ജോലിയിലായാലും നമ്മൾക്ക് ആ ഒരു ഇച്ഛാശക്തി നഷ്ടപ്പെടും, അഭിമാനബോധം നഷ്ടപ്പെടും. ആ ഒരു അവസ്ഥയിലാണ് അവർക്ക് ആ അഭിമാനബോധം ഉണ്ടാകാൻ, അവർക്ക് ആ ഇച്ഛാശക്തി കൂടാൻ ഈ പ്രവർത്തനം അവർ കൂടുതൽ കാര്യക്ഷമമായിട്ട് ചെയ്യും. അവർക്ക് ഇവർ പറയുന്ന ഡിമാൻഡുകൾ ഒന്ന് അംഗീകരിച്ചു കൊടുത്താൽ ഇവർ ഇതിന്റെ 100 ഇരട്ടി വാർഡിൽ അവർ പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അത്രയധികം അടിസ്ഥാന മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഇവർ. അതുപോലെ തന്നെ ആലോചിക്കണം, സ്ത്രീകൾക്ക് അവർക്ക് കിട്ടുന്ന ഒരു സ്വയം തൊഴിലിലൂടെ ആയാലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ആയാലും അവർക്ക് കിട്ടുന്ന ഓണറേറിയം അല്ലെങ്കിൽ ശമ്പളം അല്ലെങ്കിൽ ആ പണം എന്ന് പറയുന്നത് 1 രൂപ ചോർന്നു പോകാതെ കുടുംബത്തിലേക്കാണ് എത്തുന്നത്. ഒരു പുരുഷന്റെ കയ്യിൽ കിട്ടുന്ന, അവന് ഏത് ജോലി എടുത്താലും കിട്ടുന്നത് 1000 രൂപയാണെങ്കിൽ 600 രൂപ എത്തുമ്പോൾ ബാക്കി 400 രൂപ സ്വന്തം ചെലവുകൾക്കും മറ്റും പോകുമ്പോൾ ഒരു സ്ത്രീക്കാണ് 1000 രൂപ കിട്ടുന്നതെങ്കിൽ അത് 1000 തന്നെ അവരുടെ കുടുംബത്തെത്തും. 1 രൂപ ചെലവാക്കില്ല. അങ്ങനെ കുടുംബത്തിന്റെ നട്ടെല്ലായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. കുടുംബത്തിന്റെ കൂടി സമൂഹത്തിന്റെ നട്ടെല്ലാവുമ്പോൾ അവർ ഓരോ കുടുംബത്തിന്റെയും കൂടി നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകളാണ്. അപ്പൊ അവരെ കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇപ്പൊ എന്തും മാറ്റിവെച്ച് എന്താവശ്യങ്ങളും സംസ്ഥാനം കടക്കണിയിലാണ്. നമുക്കറിയാം കേരളം രക്ഷപ്പെട്ടു വരാൻ ബുദ്ധിമുട്ടായി. കേന്ദ്രം കോടിക്കണക്കിന് രൂപ കൊടുത്തെന്ന് പറഞ്ഞാലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ മുടിപ്പിച്ചിട്ടിരിക്കുകയാണ് മാറി മാറി വന്ന ഗവൺമെന്റുകൾ കേരളത്തെ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ആകെ നമുക്ക് റവന്യൂ ഉള്ളത്, ടാക്സ് പോലും ഭരിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ആകെ അബ്കാരിയിൽ നിന്നും ലോട്ടറിയിൽ നിന്നും ഒക്കെ കിട്ടുന്ന ആ റവന്യൂ വെച്ചിട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ഇത് എത്ര നാൾ ഇത് ഇങ്ങനെ നമ്മൾ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്ന് പറയുന്ന രീതിയിൽ കേരളം എത്തി നിൽക്കുകയാണ്, മുങ്ങാൻ കുഴിയിട്ടുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് ഇതെല്ലാം പരിഹരിച്ചതിന് ശേഷം ആശാ വർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നതിൽ ഒരു ലോജിക്കുമില്ല. അതിനു മുമ്പായി പ്രശ്നം 1 എന്ന് കണക്കാക്കിക്കൊണ്ട് ആദ്യം പരിഹരിക്കേണ്ടതാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് അവരുടെ പ്രശ്നത്തോട് അനുഭാവപൂർവമായിട്ടുള്ള ഒരു പ്രതികരണം ഇനിയെങ്കിലും ഈ സംസ്ഥാന ഗവൺമെന്റ് ഉടനടി നടത്തണം. ഇവര് ഇപ്പൊ ഇത് കേന്ദ്രത്തിനെതിരെയുള്ള സമരമാണെങ്കിൽ വേറെ ഒന്നും നോക്കില്ല. ശ്രീമാൻ പിണറായി വിജയൻ പോക്കറ്റിൽ നിന്ന് ഫ്ലൈറ്റ് ചാർജിന് ടിക്കറ്റ് കൊടുത്ത് ഇവരെ ഡൽഹിക്ക് പറഞ്ഞു വിടുവായിരുന്നു. കേന്ദ്രത്തിനെതിരെയുള്ള സമരമാണെങ്കിൽ അതാണല്ലോ ഇവിടെ നടക്കുന്നത്. വി.ഡി. സതീശനും പിണറായി വിജയനും കൂടെ ഈക്വലി ഷെയർ ഇട്ട ആൾക്കാരെ അങ്ങോട്ട് വിട്ടോളും. പക്ഷെ ഇവിടെ സ്വന്തം സർക്കാരിനെതിരെ ഒരു കാര്യം വന്നപ്പോൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ ഒരു അഭിപ്രായം പറയാൻ പോലും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ തയ്യാറാവുന്നില്ല എന്നുള്ള ഗതികേടിലാണ് കേരളം. അതുകൊണ്ട് ഈ പ്രശ്നം അടിയന്തിരമായിട്ട് പരിഹരിക്കപ്പെടേണ്ടതാണ്. അവർ സ്ത്രീകളാണ്, അമ്മമാരാണ്. അവരെ എത്രയും പെട്ടെന്ന് അവരുടെ ആ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കേണ്ടത് ഇവിടെ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ടാണ്. കേന്ദ്രം അതിന് സഹായിക്കും. കേന്ദ്രം സഹായിച്ചിട്ടുണ്ട്. കേന്ദ്രം കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കേന്ദ്രം കൊടുക്കുകയും ചെയ്യും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. പക്ഷേ കേരള സർക്കാർ അത് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് നമുക്കില്ല എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും. എന്തായാലും ആശാവർക്കർമാരുടെ സമരം 14ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇനിയുള്ള ഓരോ ദിവസത്തിലും അവർ പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത്. തങ്ങളുടെ സമരം ഫലം കാണുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതിനൊരു ഉറപ്പ് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരും തന്നെയാണ്. ജനം സൺഡേ ഡിബേറ്റിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.